3 പേരോടും കൂടിയിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുഭവിച്ചതാണ്. നെക്സ്റ്റ് ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അടുത്ത പദ്ധതികൾ. ഓക്കെ, അടുത്ത പ്രതീക്ഷ അവിടെ കൊടുത്താൽ മതി. അവിടെ തരാം, അതിന് മറുപടി പറയട്ടെ. യെസ്, ആദ്യം ജയപ്രകാശ്. ഇനി എന്ത് തരും എന്നാണ് ചോദിക്കുന്നത്. അടുത്ത പ്രതീക്ഷ ഇവിടെ നമ്മളൊരു സർക്കാർ മേഖലയിൽ ഒരു ഗവൺമെൻറ് കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ലഭ്യമാവേണ്ടതുണ്ട്. അത് ലഭ്യമായാൽ അത് കൊണ്ടുവരും. മറ്റൊന്ന്, കുടിവെള്ള പദ്ധതി ഒന്നുകൂടി വിപുലീകരിക്കും. എവിടെയെങ്കിലും അതിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി വിപുലീകരിക്കും. അതോടൊപ്പം തന്നെ ഷൊർണൂർ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കൂടി മെച്ചപ്പെട്ട ഇടപെടൽ നടത്തി കുറേ കൂടി ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് ഈ പ്രകടന പത്രികയിൽ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റോഡുകളുടെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത റോഡുകളുടെ വികസനം, അതുപോലെ തന്നെ മറ്റ് ചില കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ളൊരു പദ്ധതി കൂടി ബഹുമാനപ്പെട്ട മത്സരിക്കുന്ന പി മമ്മിക്കുട്ടി അവറുകളുടെ പത്രികയിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത് സ്വാമിനാഥൻ. UDF എന്തൊക്കെയാണ് ഉറപ്പ് കൊടുക്കുന്നത്? ഇവിടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലെ അപര്യാപ്തത പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വന്തമായ ഒരു ഗവൺമെൻറ് കോളേജ് അടിയന്തരമായി ഈ മണ്ഡലത്തിൽ അനിവാര്യമാണ്. ഇപ്പോൾ ചികിത്സക്കൊക്കെ നമ്മൾ പെരിന്തൽമണ്ണയിലോ കോഴിക്കോടോ പോകേണ്ട ഗതികേടാണ് ഈ ഷൊർണൂരിലുള്ള ആളുകൾക്ക്. അതിനാവശ്യമായ ഫെസിലിറ്റീസുള്ള ഒരു നല്ല ഹോസ്പിറ്റൽ ഈ നിയോജക മണ്ഡലത്തിൽ അനിവാര്യമാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം പ്രത്യേകം ഊന്നൽ കൊടുക്കുന്ന ഒരു സമീപനമായിരിക്കും ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിക്കുക. മറ്റൊന്ന്, വളരെ പ്രകൃതിദത്തമായ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഇവിടുത്തെ കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വരൾച്ചയൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഇപ്പോൾ തെക്ക് ഭാഗത്ത് കൂടെ സമൃദ്ധമായി ഒഴുകുന്ന ഭാരതപ്പുഴ, ഞാൻ വരുന്ന വെള്ളിനേഴി കൂടെ വടക്കു ഭാഗത്ത് തൂതപ്പുഴ, ഈ 2 ജലസ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള കുടിവെള്ളം പരിഹരിക്കുന്നതിനും അതുപോലെ കാർഷിക മേഖലയ്ക്കും ഉപയുക്തമായിട്ടുള്ള പദ്ധതികളും പ്രൊജക്റ്റുകളും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇവർക്ക് ദീർഘവീക്ഷണമില്ല. വെറുതെ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിക്ക് അതൊക്കെ കാണാൻ വേണ്ടി കഴിയുമോ? ഒരിട്ട് കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, കരിമ്പുഴ പഞ്ചായത്തിനെയും, ജയപ്രകാശ് ചേട്ടൻ അറിയാം, കരിമ്പുഴ പഞ്ചായത്തിനെയും വെള്ളിനേഴി പഞ്ചായത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു തൂക്കുപാലം ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ആ കരിമ്പുഴയിലെ ആറ്റാശ്ശേരിയിൽ നിന്ന് 100 കണക്കിന് കുട്ടികളാണ് കുറ്റാനശ്ശേരി UP സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്നത്. തോണിയെ ആശ്രയിക്കണം. അതുപോലെ തന്നെ റേഷൻ കട ഈ കരയിലാണ്. 100 കണക്കിന് ആളുകളാണ് അവിടെ വരുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേഷൻ കാർഡുള്ള ഒരു റേഷൻ കടയാണ് കുറ്റാനശ്ശേരിയിലത്തെ. 1000ഓളം റേഷൻ കാർഡുണ്ട്. അത് പകുതിയിലധികം ആറ്റാശ്ശേരിയിലുള്ളതാണ്. ആ തൂക്കുപാലം പ്രളയത്തിൽ തകർന്നിട്ട് 2018 ഇപ്പോഴും അത് പുഴയിൽ കടക്കുക. പിന്നെ എന്ത് വികസനമാണ്? കോടികൾ ഇങ്ങനെ എഴുതി വായിക്കാൻ കർണാനന്ദകരമായി തോന്നാം. പക്ഷേ 2018 തകർന്നു വീണ പാലം ഇപ്പോഴും, തൂക്കുപാലം ഇപ്പോഴും അത് നേരെയാക്കാതെ അവിടെ ആ പുഴയിൽ തന്നെ കിടക്കുകയാണ്. പിന്നെ എന്ത് വികസനമാണ് പറയുന്നത്? പിന്നെ കലാഗ്രാമത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് 2011 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 57 മുതൽ 2011 വരെ എത്ര മുഖ്യമന്ത്രിമാർ ഭരിച്ചു? വെള്ളിനേഴി ഉണ്ട് അവിടെ, സുമംഗലയുടെ നാടാണ്, മഹാകവി ഒളപ്പമണ്ണയുടെ നാടാണ്, പത്മശ്രീ പത്മഭൂഷൺ രാമൻകുട്ടി നായരുടെ നാടാണ്, അതുപോലെ തന്നെ കീഴ്പ്പടം കുമാരൻ നായരാശരുടെ നാടാണ്. ഞാനവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു 10 വർഷം. അവരൊക്കെ എൻ്റെ വാർഡിലുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരി സുമംഗല ഒളപ്പമണ്ണമനക്കിലത്തെയാണ്. അങ്ങനെ കലാപരമായും സാംസ്കാരികമായും സാഹിത്യപരമായും ഒക്കെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ പൈതൃകം തിരിച്ചറിയാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറച്ചു വെക്കരുത് എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. ശങ്കു നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യും?
തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഉറപ്പിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു വിരോധാഭാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 5 കൊല്ലം കേരളം ഭരിച്ചിട്ടുള്ള ഒരു കൂട്ടരും 10 കൊല്ലം പിന്നീട് കേരളം ഭരിച്ചിട്ടുള്ള ഒരു കൂട്ടരും 15 കൊല്ലമായിട്ട് തങ്ങൾക്ക് നിയന്ത്രണാധികാരം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ പറ്റി പറയുകയാണ്, ഞങ്ങൾ ഇനി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രി അല്ലെങ്കിൽ ഞങ്ങളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഞങ്ങൾ കുടിവെള്ളം പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എത്ര കാലം മുൻപ് പരിഹരിക്കേണ്ടതായിരുന്നു. ഈ 15 കൊല്ലം നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം, കഴിഞ്ഞ 10 കൊല്ലം സർക്കാർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം, ഈ തോൽവിയുടെ വക്കത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാഗ്ദാനമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉൾക്കുത്തും തോന്നുന്നില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വരികയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു മാതൃകാ മണ്ഡലമാക്കി പരിവർത്തനം ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. എന്തായിരിക്കും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്? ഞാനൊരു കൺഫ്രണ്ടിങ് MLA ആവില്ല. ഞാൻ എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന, എല്ലാവരുമായിട്ട് നന്നായി കോർഡിനേറ്റ് ചെയ്തിട്ട് മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആരുമായും സംഘർഷത്തിന് മുതിരാതെ എല്ലാവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള പരമാവധി സഹായങ്ങളും ഫണ്ടുകളും മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് സംസ്ഥാന തലത്തിലുള്ള സർക്കാരുമായിട്ടാണെങ്കിലും കേന്ദ്ര തലത്തിലുള്ള സർക്കാരുമായിട്ടാണെങ്കിലും ഷൊർണൂരിൻ്റെ വികസനാവശ്യങ്ങളെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട്, ഞാനിപ്പോഴും മറ്റു കാര്യങ്ങൾ പറയില്ല കേട്ടോ, അത് അടിസ്ഥാന സൗകര്യങ്ങളാണ്, അതാരാണെങ്കിലും ചെയ്യേണ്ടതാണ്, അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് ഉടനെ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ, നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭാവിയെ കരുതിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1000 കോടി രൂപയുടെ പദ്ധതികൾ ഷൊർണൂരിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന പദ്ധതി. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ സംഭാവനകൾ ഉണ്ടാവും, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അതിൽ ഷൊർണൂരിനെ ഒരു മാതൃകാ മണ്ഡലമാക്കി, യഥാർത്ഥത്തിൽ ഷൊർണൂർ എന്താണോ ആകേണ്ടിയിരുന്നത്, ഷൊർണൂരിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അനുസരിച്ച്, അതിൻ്റെ ഹിസ്റ്ററിക്കൽ അഡ്വാൻറ്റേജ് അനുസരിച്ച്, അതിൻ്റെ ക്ഷമതയനുസരിച്ച് ഷൊർണൂർ എവിടെയാണോ ഇന്ന് നിൽക്കേണ്ടിയിരുന്നത് അതിനടുത്തെങ്കിലും, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വർഷങ്ങളുടെ കണക്ക് എത്രയോ വലുതാണ്, മുന്നിലുള്ളത് വെറും 5 വർഷം മാത്രമാണ്. എങ്കിൽ പോലും കാലത്തിനെതിരെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ഷൊർണൂർ യഥാർത്ഥത്തിൽ എത്തേണ്ടിയിരുന്ന ദൂരത്തിന് വളരെ അടുത്തെങ്കിലും എത്തിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് എൻ്റെ ഉറപ്പ്.